ഇറ്റ്സ് മീ പി ആർ റഹ്മാൻ നാദിർശ്ശേരി. അർജന്റീന ടീം കേരളത്തിലേക്ക് നവംബറിൽ വരുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായി. ഇതിൻ്റെ അല്ലെങ്കിൽ ഒരു മാസം മുമ്പോ 2 മാസം മുമ്പോ അവർ വരില്ല എന്ന് ന്യൂസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് കണ്ട അല്ലെങ്കിൽ ആ കണ്ട സമയത്ത് കണ്ട ഒരു സോഷ്യൽ മീഡിയ വിപ്ലവം ഇപ്പോൾ അർജന്റീന വരുമെന്ന ന്യൂസിൽ കാണുന്നില്ല. ഞാൻ നേരത്തെ ഇന്നലെ ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും. ഇങ്ങനെ വിവാദങ്ങൾ അതിലിങ്ങനെ ത്രില്ലടിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളത്തിലെ മെജോറിറ്റി മാറിയിരിക്കുന്നു, സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മെസ്സി വരുന്നു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട് വരാൻ കാരണം, ഞാനിപ്പോൾ റിപ്പോർട്ട് ടീമിൻ്റെ ഒരു ന്യൂസ് കണ്ടു. അതുപോലെ തന്നെ വി അബ്ദുറഹ്മാൻ്റെ ഒരു ബൈറ്റും കണ്ടു. ഒരു പ്രധാനപ്പെട്ട ചാനലിൻ്റെ പേര് അവർ പറയുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ചാനലിൻ്റെ പേര് പറയണം. അവർ അധാർമികത, വല്ലാത്ത അധാർമികത. കേരളത്തിൽ നല്ലൊരു ഹോട്ടലില്ല, ഫിഫ അഫിലിയേറ്റഡുള്ള സ്റ്റേഡിയം ഇല്ല എന്ന് പറഞ്ഞ് അവർക്ക് മെയിലും കത്തൊക്കെ അയക്കണമെങ്കിൽ ഈ ഒരു നാട്ടിൽ എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് കേരളത്തിൽ നടക്കുന്നത്? പൊതുവേ ഗൾഫിലൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ മറ്റോടത്തൊക്കെ മലയാളി കമ്പനീസിൽ വർക്ക് ചെയ്ത് അവിടെ പാരൻ്റെ ബഹളമായിരിക്കും. ശിഷ്യ നമ്മളൊക്കെ ട്രെയിനർ ആകുമ്പോൾ നമ്മൾ പല സ്ഥലത്തും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മളോട് പറയുക, ഇവിടെ ഇങ്ങനെ പാരൻ്റെ ആയിട്ട് അങ്ങനെ ക്ലാസ്സിലൂടെ അത് പറയണം കേട്ടോ. ഇങ്ങനെ അത് നാട്ടിൽ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, ഇങ്ങനെ ഇവിടെ പാര വരുന്നുണ്ട്, അപ്പോൾ സാർ ആ ക്ലാസ്സിൽ അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ എന്ത് പറ്റി മലയാളീസ്? ഇങ്ങനെ ഒരു അവസ്ഥ വളരെ മോശം കേട്ടോ. ഈ പാര എന്നതൊക്കെ അവസാനിപ്പിക്കുക. ഒരു ഈ സ്വന്തമായിട്ട് അസ്തിത്വ ബോധമില്ലാത്തവർക്കാണ് പാര വെക്കാൻ പോകുന്നത്. സ്വന്തമായിട്ട് കൈവിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ മറ്റുള്ളവരുള്ള റെസ്പെക്റ്റും ചെയ്യുന്നവർ ഒരിക്കലും പാര പണിയാൻ പോവുകയില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പാര വെച്ചവരാരും വലിയ നേതാക്കന്മായിട്ട് വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ടുമില്ല.